എന്നോട് പെങ്ങളും അമ്മിനേച്ചും ഒക്കെ പറഞ്ഞ ഏറ്റവും വലിയ കാര്യം ഇതൊരു വ്ളോഗ്. അമ്മിനേച്ചി എന്നോട് സ്പെഷ്യലായിട്ട് പറഞ്ഞ കാര്യം ലേബർ റൂമിൽ നിന്ന് കുട്ടിനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നീ അവിടെ വേണമെന്നായിരുന്നു. അങ്ങനെ പെങ്ങളും എല്ലാവരും കൂടെ വർത്താനം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഒരു വ്ളോഗ് എടുത്തു. 9ാം മാസമാണോ അല്ലേ? സെപ്റ്റംബർ ആയില്ല, 9 ആയോ? ഈ കൊല്ലാണോ 9 റണ്ണിങ്? അപ്പൊ ഇക്കൊല്ലാണോ കുട്ടി ഉണ്ടാവുക? ഉമ്മാസാണോ ഉണ്ടാവുക? അപ്പൊ ഉമ്മാസായി കിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ മുമ്പ് ഞങ്ങൾ പെങ്ങൾ വന്നപ്പോ എടുത്താണ്. ചേച്ചിക്ക് എന്താ പറയാനുള്ളത് എല്ലാവരോടും? സബ്സ്ക്രൈബ് ഫോർ കുട്ടി. അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കുറേ സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്. കുറേ സ്ഥലങ്ങളിലെ ബേബിയിലാണ് പോകാറുള്ളത്. അതിന് ശേഷം ഏച്ചിനെ കൊണ്ട് ഫോക്കസ് മാളിലൊക്കെ കയറി അങ്ങനെ പോകാട്ടോ. അപ്പോൾ ഏച്ചിനെ കൊണ്ട് ബേബിയിലൊക്കെ കാണിച്ചു. അപ്പോൾ അവരെ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് അന്നപ്പോൾ ഇങ്ങനെ റിസൾട്ടും കാര്യങ്ങളും അതിൻ്റെ ഒരു വെയിറ്റിങ്ങിന് ശേഷം ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എന്നാണ് ഉണ്ടാവുക, എപ്പോഴാണ് വരേണ്ടതെന്നൊക്കെ ചോദിച്ച് ആളിൻ്റെ സന്തോഷം കണ്ടില്ലേ. ഇതാ എല്ലാവരും കൂടെ അതിന് ശേഷം മാംഗോൻ്റെ ഒരു ഐറ്റം ഒക്കെ കഴിച്ച് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് പിന്നെ ഏച്ചിക്ക് വേണ്ടി നെയ്യപ്പും കാര്യങ്ങളും എന്തൊക്കെയോ കവറിലാക്കി തന്നതിന് അതൊക്കെ കൊണ്ട് കൊടുത്ത് ഏച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ടൈം അങ്ങനെ മുന്നിലേക്ക് അങ്ങോട്ട് പോയി. പിന്നീട് ശേഷം ചേച്ചി ഇങ്ങനെ പോകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ അങ്ങനെ ലൈഫിൽ മുന്നോട്ടേക്ക് പോകും. അമ്മയ്ക്കൊക്കെ ഒരു ഉമ്മ എടുത്ത് അമ്മച്ചനും എല്ലാവരും ഇങ്ങനെ ഹാപ്പി ആയി നിൽക്കുക. അളിയൻ്റെ ചിരി ആ ചിരി തന്നെ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ടൈം ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നതനുസരിച്ച് തന്നെ ചേച്ചി ഇങ്ങനെ പോകാനുള്ള ടൈമായി. ഞങ്ങൾ കുറേ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തതിന് ശേഷമാണ് ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതേപോലെ എല്ലാവരും ഓവർ കെയറിങ് ആട്ടോ. അമ്മേച്ചിൻ്റെ മുടി കെട്ടുന്നതായാലും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയം. കാരണം പോവല്ലേ, ഇനി പോയി വരുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു കുഞ്ഞു കുട്ടീസും കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിൽ ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഓരോ പോക്കിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഓരോ നോക്കുന്ന പരിപാടിയിലായിരുന്നു കേട്ടോ. അന്നപ്പോൾ ചേച്ചി ഭയങ്കര ഹാപ്പി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ചേച്ചീൻ്റെ ഒപ്പം. കാരണം ആ കുമ്പനി ഉണ്ടാവുമല്ലോ, കുമ്പ ചെറുതായി പോകുമല്ലോ, കുമ്പൻ്റെ അകത്തുള്ള ആൾ പുറത്തേക്കല്ലോ, അങ്ങനെയുള്ളൊരു കൺസെപ്റ്റിൽ ഞങ്ങളെല്ലാവരും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്ത് ചേച്ചി ഇങ്ങനെ ടാറ്റൊക്കെ പറഞ്ഞ് അപ്പുക്കുട്ടൻ ടാറ്റ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ബൈ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകാം കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളിതാ അങ്ങനെ കോഴിക്കോട് ചെത്തുകടവിൽ നിന്ന് ഇങ്ങനെ വണ്ടി എടുത്ത് നേരെ വരട്ടേക്കാ വഴി ഇങ്ങനെ അങ്ങോട്ട് പോകാം കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സിഗ്നലിൻ്റെ എത്തി സിഗ്നലൊക്കെ നിർത്തി അങ്ങനെ സിഗ്നലൊക്കെ ആകുമ്പോൾ വെറുതെ വണ്ടി ക്രോസ് ചെയ്ത് വെറുതെ തട്ടി അതൊന്നും വേണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം വണ്ടി എടുത്ത് നേരെ വിട്ട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഞാൻ പറഞ്ഞല്ലോ. അന്നപ്പോൾ അരടുത്ത് പോലെ ചുറ്റിതാ ഇത് വഴിയാണ് അങ്ങോട്ട് ഈ കാണുന്നതാണ് ഹോസ്പിറ്റൽ കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്ക് അവരെ വണ്ടി മുന്നിലുണ്ടായിരുന്നു. ഞങ്ങൾ അന്നപ്പോൾ കുറച്ച് ലേറ്റ് ഉണ്ട് ഞങ്ങൾ ഇറങ്ങാൻ. ബട്ട് ഞങ്ങളിങ്ങനെ ഓരോടി പിടിച്ച് അപ്പോൾ കാറിലാണ് അമ്മിനേച്ചും എല്ലാവരും ഉള്ളത്. അന്നപ്പോൾ അങ്ങനെ കാർ ഓട്ടി അവിടെ എടുത്തി. അപ്പോൾ അമ്മ സെക്യൂരിറ്റിനോട് ഓരോ കാര്യങ്ങൾ പറയുന്നൊക്കെ ഉണ്ട് ഇങ്ങനെ വണ്ടിയുടെ വെക്കുന്നതിനെ പറ്റിയൊക്കെ. അതിനുശേഷം വണ്ടിയൊക്കെ വെച്ച് ആത്തി കയറിയപ്പോൾ കണ്ടമാനം ബോട്ടിലിട്ടോ വെള്ളത്തിൻ്റെ കളിയാനി. കാരണം അമ്മിനേച്ച് ഞങ്ങളെ അടുത്ത് കുറച്ച് നേരം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ കാരണം സംസാരിച്ച് അന്നപ്പോൾ അകത്തേക്ക് കയറിക്കോളാൻ പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് വരുന്നതാണ് വിചാരിച്ച്. അതിനുശേഷം എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല. ഞാൻ കണ്ണനെ കൂട്ടാൻ വേണ്ടി താഴേക്ക് പോയി ചെങ്ങായി. അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് വന്നപ്പോഴേക്ക് തന്നെ എല്ലാം അമ്മിനേച്ച് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു ആ ടൈമൊക്കെ ആകുമ്പോഴേക്ക് തന്നെ. അപ്പോൾ അതിന് ശേഷം ഞങ്ങളിത് അങ്ങനെ പേപ്പറൊക്കെ ആയിട്ട് പുറത്തേക്ക് പോയി കുറേ ബില്ലൊക്കെ അടയ്ക്കാണ്ടായിരുന്നു. ആ ബില്ലും കാര്യങ്ങളൊക്കെ അടിച്ച് ഞങ്ങൾ പുറത്ത് കൂടെ നടന്ന്. അപ്പോൾ അളിയനൊരു സ്റ്റിക്കർ എന്തോ കൊടുത്താൽ ഈ കാണുന്ന സ്റ്റിക്കർ അമ്മിനേച്ചിൻ്റെ കൈമിലോട്ടേക്ക് എന്നാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നപ്പോൾ അളിയനാൾക്ക് കൊടുത്ത് അവിടെ പുറത്തൊക്കെ തിരക്കാന്ന്. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ചെല്ലുമ്പോൾ അവിടെ ഓപ്പറേഷൻ തിയേറ്റർ ആണല്ലോ, കാര്യമായിട്ട് കോളിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ അകത്തേക്ക് കയറ്റിയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി ചായയൊക്കെ കുടിച്ച് പിന്നെ തിരിച്ച് അകത്തേക്ക് കയറുമ്പോൾ ലഗേജൊക്കെ എടുത്ത് കയറിയതായിരുന്നു. ലഗേജിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടേക്ക് വേണ്ടി കൊണ്ടുവന്ന കുറേ സാധനങ്ങൾ. അതൊക്കെ ഇങ്ങനെ വെച്ച് അമ്മ പറഞ്ഞ് എനിക്കും ചായ വേണേനി എന്നൊക്കെ പറഞ്ഞ് കണ്ടത്. ഞാനും കൂടെ ഒക്കെ ലിഫ്റ്റിലേക്ക് കയറി 5th ഫ്ലോറിലാണ് നമ്മളെ റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ടൈമിൽ 5th ഫ്ലോറിൽ കയറി റൂമിന് നമ്പറും കാര്യങ്ങളും രജിസ്റ്റർ ചെയ്ത് ഒരു ഫോണും ഒരു നമ്പറും തന്നിട്ടോ. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ ഫുഡ് ഓർഡർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം ഞങ്ങൾ പിന്നെയും തിരിച്ച് ലേബർ റൂമിലേക്ക് തന്നെയാണ് പോവുകയാണ് ചെയ്തത്. ലേബർ റൂമിലെത്തിയപ്പോഴാണ് കാര്യങ്ങളൊക്കെ അവർ പറയുന്നതൊന്നും പറയുന്നില്ല. അപ്പോൾ ഞങ്ങൾ പുറത്ത് നിന്ന് ആളെ ഇങ്ങനെ വെയിറ്റിംഗ് ആണെന്നുള്ള രീതിയിൽ കുറേ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് രസമല്ലേ ഇങ്ങനെ നമ്മളൊരു മെമ്മറി ആണല്ലോ എപ്പോഴും. വന്നപ്പോൾ ഞാനും പുറത്തുനിന്ന് ഞാനും കൂടെ കൂടാന്നുള്ള രീതിയിൽ ഞാനും നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ അമ്മ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മ അകത്തേക്ക് കയറി അമ്മ പുറത്തേക്ക് വന്നിട്ടോ. അമ്മ വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു പനി എനിമ കൊടുക്കാൻ പോകാനാണ്. പെയിന് കൂടുകയാണെങ്കിൽ പെയിന് കൂടുമെന്നാണ്. ഇപ്പോൾ എന്താവശ്യം റൂമിലേക്ക് വിളിക്കും, ഇവിടെ ആരും നിൽക്കണ്ട അങ്ങനെയാണ് പറഞ്ഞത്. പെയിൻ എന്തോ ഒരു മരുന്ന് കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് അതിനെപ്പറ്റി ഐഡിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കുറേ ഷീറ്റും കാര്യങ്ങളൊക്കെ പുറത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് പറഞ്ഞ അകത്തേക്ക് പോയിക്കോളാം റൂമിലേക്ക് പോയിക്കോളാം. പക്ഷേ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് ചെയ്ത് കേട്ടോ. അപ്പോൾ കണ്ണനും ഞാനും കൂടെ എല്ലാവരും കൂടെ റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ണൻ കാര്യമായിട്ട് കുത്തിരുന്ന് PUBG കളിക്കുന്നതിന് ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ കണ്ട് കാര്യമായിട്ട് പഠിക്കായിരുന്നു അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞു കളിച്ചോട്ടെ വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ ഇരുന്ന് അമ്മയും എല്ലാവരും കൂടെ ചായ കുടിക്കേണ്ടിയിരുന്നു എല്ലാ കാര്യങ്ങളും. ഞങ്ങളങ്ങോട്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ ഗോകുലമാൾ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെയും
പിന്നീട് തിരിച്ച് ലേബർ റൂമിലേക്കിൻ്റെ അടുത്തേക്ക് തന്നെ പോയി എല്ലാവരും കാര്യമായിട്ടുള്ള വിളികളിലും കളികളിലും കാര്യങ്ങളിലാണ്. അളിയൻ പുറത്ത് കിടന്നത് അങ്ങനെ ഉറങ്ങുന്നൊക്കെ ഉണ്ട്. ഞാനത് വീഡിയോ എടുക്കുന്നുണ്ട്. ഉറക്കമാണോ ഒരു സംശയം എനിക്കുണ്ട്. ഇനി അമ്മ ഉണ്ടായിട്ടോ കൂടെ. അളിയൻ ഉറക്കമൊന്നുമല്ല, അങ്ങനെ കിടക്കുക തന്നെയാണ്. ആളിങ്ങനെ ഓരോ ചിന്താഗതിയിലാണ്. അമ്മ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. ഞങ്ങൾ പുറത്തൊക്കെ പോയി പിന്നെ ഒരു ഫുഡൊക്കെ കഴിച്ച് അവർ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടുണ്ടായി. അപ്പോൾ പുറത്തൊക്കെ പോയി മരുന്നൊക്കെ മേടിച്ചതിന് ശേഷം തിരിച്ചങ്ങോട്ട് തന്നെ പോകണം. അന്നപ്പോൾ ഒരു ഏട്ടൻ കാര്യമായിട്ട് നമുക്കൊക്കെ വന്ന് മുട്ടായും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു. കാരണം ഒരു കുട്ടി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ സന്തോഷത്തിലായി. സേറിനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ആളിങ്ങനെ മുട്ടായൊക്കെ കൊണ്ട് എല്ലാവർക്കും കൊടുത്ത് അങ്ങനെ ടൈമായിട്ട് പോയി. അപ്പോൾ ആളെ സന്തോഷവും പിന്നെ അമ്മ പിന്നീടും റൂമിലേക്ക് കയറി തിരിച്ചിറങ്ങിയപ്പോൾ അമ്മണേച്ചിക്ക് ഭയങ്കര പെയിനാണ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അമ്മണേച്ചി അവിടെ അകത്തിരിക്കുന്ന നിമിഷമാണെന്നൊക്കെ പറഞ്ഞു നമ്മളോട്. അതൊക്കെ മനസ്സിലായി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ച് എല്ലാവരും പുറത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നീട് അതിന് ശേഷം അമ്മ കാര്യങ്ങൾ ഡ്രസ്സൊക്കെ എന്തൊക്കെയോ വളയോ കാര്യങ്ങളോ എന്തൊക്കെയോ ഉള്ളതൊക്കെ കയ്യിലേക്ക് പിടിച്ചതിന് ശേഷം അങ്ങനെ പുറത്തിരിക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും. അപ്പോൾ അങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു ഞങ്ങൾ നമ്മളെ കുട്ടീസിന് വേണ്ടി. അപ്പോൾ നേഴ്സ് വന്ന് പറഞ്ഞ് ഓക്കെയാണ്, ഇതാ റെഡിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓരോ ആൾക്കാരെ വിളിക്കുന്നുണ്ടായിരുന്നു. അതിന് ശേഷം വന്നിങ്ങനെ ആൾ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമൊന്നുമില്ല, ആൾ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ പിന്നെ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. അമ്മ ഈ പ്രാർത്ഥനേൻ്റെ ആളിടയ്ക്ക് ഞാൻ പോയി ഒരു ക്ലോസ് ഷോട്ട് എടുത്തു. അപ്പം അമ്മ ഉണ്ട്, മന്നേ നീ വീഡിയോ എടുക്കുകയാണോ എന്ന് പറയണ്ടേ എന്നൊക്കെ പറഞ്ഞാൽ അമ്മ ആകെ ബ്ലിങ്ക് ആയിട്ടേ. ഇനി കുഴപ്പമില്ല, അന്നപ്പോൾ ആ ടൈം അങ്ങോട്ട് കഴിഞ്ഞില്ലേ. അപ്പോൾ അമ്മ പ്രാർത്ഥിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോ ആൾക്കാർ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കുക അത് കുട്ടിയാണോ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന നിമിഷം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ റിസൾട്ടൊക്കെ വരാനായി. അന്നപ്പോൾ ആൾ വന്ന് പറഞ്ഞ് കുട്ടി ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി. അങ്ങനെ ആ ഒരു മൊമെൻറ്റിൽ ഞങ്ങൾ എത്തി. കുട്ടി ജനിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അളിയനൊക്കെ ഭയങ്കര ഹാപ്പി കണ്ടിട്ട് അളിയാന്നൊക്കെ വിളിച്ച് ഭയങ്കര ചിരി സന്തോഷം ഹാപ്പിനെസ്സിലാണ് എല്ലാവരും നിൽക്കുന്നത് ആ ടൈമിൽ. ഞങ്ങളിങ്ങനെ പിന്നീട് ഞങ്ങൾക്ക് ആർക്കും അവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് ഉറക്കുന്നില്ല. ഞങ്ങൾ പിന്നെ നിന്ന് പിന്നെ ലേബർ റൂമിൻ്റെ മുന്നിൽ പോയി നിന്ന് ഇങ്ങനെ കുറേ നേരം നോക്കി അങ്ങനെയൊക്കെ അങ്ങ് ടൈം പോയി. അതിന് ശേഷമുള്ള നിമിഷങ്ങളാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം പോകുന്നത്. ഇപ്പോൾ നമ്മളങ്ങോട്ട് വീഡിയോ ഒക്കെ വലുതാക്കി എടുക്കാൻ തുടങ്ങി. കാരണം അമ്മണേച്ചും പറഞ്ഞിട്ട് ഇതൊക്കെ എടുക്കണം, വലുതാക്കി എടുക്കണം, കാണണം, എനിക്ക് എപ്പോഴും കാണണം എന്നൊക്കെ പറഞ്ഞ് അമ്മണേച്ചിനോട് പറഞ്ഞൊരു കാര്യമായിരുന്നു. ആ ഒരു ആഗ്രഹപ്രകാരമാണ് ഞാൻ പിന്നീട് വീഡിയോ കുറച്ചും കൂടെ വലുതാക്കി എടുക്കാമല്ലോ ഉള്ള രീതിയിൽ ഞങ്ങളെല്ലാവരും ലേബർ റൂമിൽ വെയിറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ എടുത്തത്. അത്രയും നേരം കുഞ്ഞിയാക്കി എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നീടും കാണാമല്ലോ ഈ നിമിഷം, പിന്നീട് നമുക്ക് ഓർക്കാമല്ലോ കാണാമല്ലോ എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങളെല്ലാവരും. അളിയനിങ്ങനെ അവിടെ സന്തോഷത്തോടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ഓർത്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ ഇങ്ങനെ പുറത്തിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു ഞങ്ങളെല്ലാവരും. അമ്മണേച്ചിൻ്റെ വാവേനെ കാണാൻ വേണ്ടി, അമ്മണേച്ചിനല്ല മുമ്പുള്ള വാവേനെ തന്നെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യേ നമ്മളെ നേഴ്സ് വന്ന് നമ്മളെ വിളിക്കുകയാണ്, അകത്തേക്ക് വരി എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നപ്പോൾ നമ്മളങ്ങോട്ട് അകത്തേക്ക് കയറി പോകുമ്പോഴാണ് നമ്മൾ കുട്ടീനെ ആദ്യമായിട്ട് കാണാൻ പോണത്. ആ ടൈമാണ് കേട്ടോ. ചെരുപ്പൊക്കെ ഊരിക്കാരൊക്കെ കണ്ണം പറയുന്നുണ്ട്. പാപ്പച്ചൊക്കെ ചാടി അകത്തേക്ക് കയറി പോവുകയാണ്. ആരാണ് നമ്മളെ പുതിയ ആൾ എന്നുള്ള രീതിയിൽ എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷയോടെ അകത്തേക്ക് ഇങ്ങനെ കയറി പോകുമ്പോഴാണ് നമ്മളെ കുഞ്ഞാളെ കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് നമ്മളെ വാവ. അപ്പാണ് പറയുന്നത് ആൺകുട്ടിയാണ്. 3 കിലോയും 130 ഗ്രാംസ്. എത്ര കിലോ? 3 കിലോയും 130 ഗ്രാംസ്. 3 കിലോയും 130 ഗ്രാമും ഉണ്ട് നമ്മളെ കുഞ്ഞാപ്പി. അങ്ങനെയാണെന്നാ പറഞ്ഞത്. അത്ര കിലോ ആണുള്ളത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് ആളിങ്ങനെ നോക്കുകയാണ് കേട്ടോ. എല്ലാവരും എന്താ അവിടെയെന്ന്. ആളും കരയുന്നൊന്നുമില്ല, ആളിങ്ങനെ നോക്കുകയാണ് ചുറ്റിലും എന്താണ് ഇവിടെ നടക്കുന്നത്, ഈ ഭൂമീൻ്റെ അകത്തേക്ക് നടക്കുന്നത് എന്നുള്ള രീതിയിൽ ആളിങ്ങനെ നോക്കുക. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കുഞ്ഞാവനിങ്ങനെ നോക്കുന്നുണ്ടേനി, മോനെങ്ങനെ വിളിക്കുന്നുണ്ടേനി, കൈയൊക്കെ തൊട്ട് നോക്കുന്നുണ്ടേനി. ആൾ നോക്കിയതാ ആളിങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നേ. അങ്ങനെ സീരിയസ് ആയിട്ട് എല്ലാവരും ഇങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുക. ആൾ പുറത്തേക്ക് വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒബ്സർവേഷൻ്റെ കാര്യങ്ങളിലാണെന്ന് എനിക്ക് തോന്നി. കാര്യമായിട്ട് എന്തൊക്കെയോ നോക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ എടുക്കുന്നതനുസരിച്ച് മാറി നോക്കണ്ടേനി. അമ്മ ചോദിച്ച ബുദ്ധിമുട്ടൊന്നും ആയില്ലായിരുന്നല്ലോ, ഓക്കെ അല്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഓക്കെ ആയിരുന്നു, എല്ലാം ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇങ്ങനെ മാറി നമ്മുടെ കുഞ്ഞാവനെ ഇങ്ങനെ എടുക്കേണ്ടിയിരുന്നു. കുഞ്ഞാവടക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു പുറത്തേക്കൊക്കെ. ആളിങ്ങനെ ഒബ്സർവേഷനിലാണ് എന്താണ് അവിടെ ചുറ്റിലും നടക്കുന്നത് എന്നുള്ള രീതിയിൽ. ആളിങ്ങനെ ഉറക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി എല്ലാവരും കാര്യമായിട്ട് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളെ പുതിയ ആളെ അമ്മയും ഇങ്ങനെ കയ്യിലേക്ക് എടുത്ത് അങ്ങനെ വാവേനെ ഞങ്ങളെല്ലാവരും എടുത്ത് നോക്കി ഇങ്ങനെ കളിപ്പിക്കാറുണ്ടോ. കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് നമ്മൾ എടുത്തായിരുന്നു. പിന്നീട് അതിന് ശേഷം അകത്തേക്ക് കൂട്ടി കൊണ്ടുപോവുക ചെയ്യട്ടോ. വാവ ഇങ്ങനെ നോക്കണ്ടേന് എല്ലാവരും ഇങ്ങനെ ചിരിച്ചു നോക്കി
കളിച്ചു. അങ്ങനെ വാവേൻ്റെ ഒപ്പം തന്നെ കുറച്ച് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇങ്ങനെ വാവേനെ കണ്ടപ്പോൾ. ഭയങ്കര രസമല്ലേ, നമ്മൾ പുതിയൊരാളെ കാണുമല്ലേ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എൻ്റെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് കാണാനുള്ള ഒരാളല്ലേ ഇത്. അപ്പോൾ അങ്ങനെ ആളെ തിരിച്ച് കൊണ്ടുപോവുകയാണ്. ഇനി 4 മണിക്കൂർ കഴിഞ്ഞിട്ടേ കൊണ്ടുവരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കൊണ്ടുപോകുന്നത്. അപ്പോൾ അമ്മിനേച്ചീനും വാവേനെയും കൂടെ തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നേരം നോക്കി നിന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും. ഇങ്ങനെ ചേച്ചിക്കാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുകയായിരുന്നു. പിന്നീട് അതിന് ശേഷം നമുക്ക് ഒരു ബില്ലൊക്കെ അടയ്ക്കാണ്ടായിരുന്നു. അതും താഴെ പോയിട്ട് പേ ആയിരുന്നു ചെയ്തത്. അതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സൊക്കെ നോക്കിയിരുന്നു. പിന്നീട് ഞാൻ തിരിച്ച് റൂമിലേക്ക് വന്നത് ഈ കാണുന്ന 7543 എന്ന് പറഞ്ഞ റൂം നമ്പർ. ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് അവിടെ റൂമിലേക്ക് തിരിച്ചു വന്നതാണ്. എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ അമ്മയും പാപ്പിയേച്ചും അതേപോലെ ശ്രീഹരിയേട്ടനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. സ്റ്റാറ്റസ് തിരക്കിലാണ് ഓരോ ആൾക്കാർ. അമ്മ എല്ലാവരും ഭയങ്കര ഹാപ്പിനെസ്സിലാണ് നിൽക്കുന്നത്. എന്താണ് എല്ലാവരും ഇവിടെ ഫോട്ടോ ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ സപ്പോർട്ട് ഇവിടെ ആവശ്യമില്ല. തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനി രാവിലെ ആകുമ്പോൾ ബാക്കിയുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെ നോക്കാം. അന്ന് രാത്രി അമ്മയാണ് അവിടെ നിന്നിരുന്നത്. അമ്മയല്ല, അമ്മയും അമ്മേൻ്റെ ചേച്ചിയും പിന്നെ ശ്രീഹരിയേട്ടനും അമ്മയാണ് നിന്നത്. കണ്ണനും നിന്നില്ല, കണ്ണനൊക്കെ എൻ്റെ ഒപ്പം പോകുന്നു. ഞാൻ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും അങ്ങോട്ട് പോകുന്നു. അപ്പോൾ തിരിച്ച് പോരെല്ലാം രക്ഷമല്ല. കാരണം കുറേ നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പണി നടക്കില്ല. എൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷേ അവിടെ ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാരുണ്ട്. ഞങ്ങളെല്ലാവരും അവിടെ നിന്നിട്ടും കാര്യമില്ല. അപ്പോൾ ഞങ്ങളൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പിറ്റേ ദിവസം പോലെ വെച്ച് അപ്പം വീഡിയോ ഷൂട്ട് ചെയ്യാൻ സോൾ ടൈം വേറെ വീട്ട് കാണാം.